ഇന്നലെ വലിയ ചുടുകാട്ടിൽ കനൽ ജീവിതം എരിഞ്ഞടങ്ങി. സഖാവ് പി കൃഷ്ണപിള്ളയും പുന്നപ്ര രക്തസാക്ഷികളും അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ VSന്റെ ഇനിയും ചൂടാറാത്ത ചിതക്കരികിലേക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പ്രവർത്തക പ്രവാഹം തുടരുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ VSന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് പോസ്റ്റുകൾക്കിടെ മരണദിവസം മുതൽ തന്നെ ചില വിദ്വേഷ പോസ്റ്റുകളും വ്യാജ പ്രചാരണങ്ങളും നടന്നിരുന്നു. അതിനവർ കൂടുതൽ തീവ്രമാക്കി. VS ഏറ്റവും കൂടുതൽ എതിർത്ത മതവർഗീയവാദികൾ VSനെതിരെ വിഷം തുപ്പുന്നത് തുടരുകയാണ്. 2010 മാധ്യമം ലേഖകൻ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള VSന്റെ മറുപടി വളച്ചൊടിച്ച് VS മുസ്ലിം വിരുദ്ധനാണെന്ന് ചാപ്പയടിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് വർഷം കുറേയായി. അന്ന് VS എന്താണ് പറഞ്ഞതെന്ന് ആ ലേഖകൻ 15 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം തുറന്നെഴുതിയിട്ടും വ്യാജം പറഞ്ഞുള്ള ആക്രമണം തുടരുകയാണ്. VSനെയും ഉമ്മൻചാണ്ടിയെയും താരതമ്യപ്പെടുത്തിയുള്ള ആവശ്യമില്ലാത്ത ചർച്ചകളും തർക്കങ്ങളും മറ്റൊരു ഭാഗത്ത് തുടരുന്നു. പുന്നപ്ര വയലാർ തീജ്വാലയിൽ തിളച്ചു പൊന്തിയ ആ സമരവീര്യത്തെ മരണശേഷമെങ്കിലും അണയ്ക്കാൻ ശ്രമിക്കുന്ന ഈ വിദ്വേഷ വൃദ്ധാശ്രമങ്ങൾ RDX ചർച്ചയ്ക്കെടുക്കുന്നു. ആദ്യം RDX. മഴ പെയ്തു തോർന്നു. VSനെ യാത്രയാക്കാൻ അലകടൽ പോലെ ആലപ്പുഴയിലേക്ക് ഒഴുകി വന്ന ആൾക്കൂട്ടവും ഒഴിഞ്ഞു. VSന്റെ ജീവിതവും രാഷ്ട്രീയവും നിലപാടുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ്. VSനെയും ഉമ്മൻചാണ്ടിയും താരതമ്യപ്പെടുത്തി ആരായിരുന്നു മികച്ചതെന്ന് തീർപ്പാക്കാനാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമം. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ VSനെ അധിക്ഷേപിക്കാനാണ് മറ്റൊരു വിഭാഗം മെനക്കെടുന്നത്. VS അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു ഇക്കൂട്ടർ ശ്രമിച്ചത്. VSനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടതിന് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ യാസീൻ അഹമ്മദിനെതിരെയും താമരശ്ശേരി സ്വദേശി ആബിദ് അടിവാരത്തിനെതിരെയും പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്ത് ഒരു അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്വേഷ പ്രചാരണം വർദ്ധിച്ചതോടെ വിശദീകരണവുമായി മീഡിയ വൺ ചാനലിലെ മാധ്യമപ്രവർത്തകൻ MCA നാസർ രംഗത്തെത്തി. 2010 NDFനെ സംബന്ധിച്ച തന്റെ ചോദ്യത്തിന് VS പറഞ്ഞ മറുപടി വളച്ചൊടിച്ചാണ് അദ്ദേഹത്തെ ചിലരിപ്പോൾ വർഗീയവാദിയെ ചിത്രീകരിക്കുന്നതെന്ന് നാസർ വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഡാറ്റാ ഷീറ്റിലേക്കൊന്നും പോകേണ്ടതില്ല. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നതുമാണ്. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, വളരെ സൂക്ഷ്മമായി മുമ്പേ ഉള്ള പ്രചാരണമാണ്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച VSന്റെ മരണഘട്ടത്തിലും ഉണ്ടായി, അദ്ദേഹം വിടവാങ്ങുന്ന ഘട്ടത്തിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. തുടർച്ചയായ പ്രചാരണം, അദ്ദേഹത്തെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആ പ്രചാരണം രൂക്ഷമായി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരു പക്ഷേ അതിനൊരു കാരണമായിട്ടുണ്ടാവുക അതിന് തൊട്ടു മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ VSനെ റഫർ ചെയ്ത് നടത്തിയ പരാമർശങ്ങൾ കൂടിയാവാം. എങ്കിലും VS മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് സനീഷ് കാണുന്നത്? ഇത് എനിക്ക് തോന്നുന്നു കർഷണം, അതായത് ആ ഒരു ആരോപണങ്ങൾ ഇങ്ങനെ ചിലയിടത്തൊക്കെ വന്നെങ്കിലും അത് അദ്ദേഹത്തെ സ്പർശിക്കാതെ പോവുകയാണ് എന്നാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ VS അച്യുതാനന്ദനെ സ്പർശിക്കാനുള്ള ശേഷി ഇവർ ഈ പണിയെല്ലാം എടുത്തിട്ടും ഉണ്ടായിട്ടില്ല. അത് മുനയൊടിഞ്ഞു പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്ന ഈ കാര്യം ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് VS അച്യുതാനന്ദൻ മാത്രമായിരുന്നു കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലാകെ ഉള്ള ചർച്ച. ഇപ്പോഴും അതങ്ങനെയൊക്കെയാണ്. നമ്മൾ അവിടങ്ങളിലായിരുന്നു നമ്മളെല്ലാവരും തന്നെയും. ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും ഇതിൻ്റെ പങ്കാളികളാവുകയും മറ്റും ചെയ്തു. VS അച്യുതാനന്ദൻ 1923 ജനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്പാടെ തന്നെയും പരിശോധിക്കപ്പെട്ടു. ഞാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മുസ്ലിം വിരുദ്ധനാക്കാനുള്ള ശ്രമത്തിൻ്റെ മുനയൊടിഞ്ഞു പോയി അവർ വീണുപോയത്, വീക്കായി പോയത് ആ പക്ഷം അദ്ദേഹത്തെ ഇങ്ങനെ ആരോപിച്ചങ്ങ് തെളിയിച്ചേക്കാം എന്ന മട്ടിൽ പോയ ആളുകൾ സ്വയം അങ്ങ് വീണുപോയതാണ് ഒരു സംഭവം. രണ്ടാമത്തേത് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള താരതമ്യമാണ്. രണ്ടിനെയും വളരെ നിസ്സാരമായ സംഗതികളായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തെ ഇപ്പോൾ അല്പം മുമ്പ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം അത് തള്ളികളയാണ്. അതായത് ഉമ്മൻചാണ്ടിയും മഹാനായ നേതാവാണ്, VS അച്യുതാനന്ദനും മഹാനായ നേതാവാണ്. രണ്ടുപേരും 2 തരത്തിൽ മഹാന്മാരായിട്ടുള്ള ആരാധ്യരായിട്ടുള്ള നേതാക്കളാണ് എന്ന് രമേശ് ചെന്നിത്തല വളരെ ഈ ചർച്ച ചെയ്തേ തന്നെ ആവശ്യമില്ലാത്തതാണ് നമ്മട്ടിൽ അദ്ദേഹം പറഞ്ഞ് അത് ആണ് ശരിയായ നിലപാട് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ VS അച്യുതാനന്ദനെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, VS അച്യുതാനന്ദനെ നമ്മൾ എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ, ജീവനുള്ള കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പിണറായി വിജയനുമായിട്ടുള്ള ഈ CPIഎമ്മിനകത്തെ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഒരു ഭാഗത്ത് നിന്നിരുന്ന ആ രാഷ്ട്രീയ കാലത്തെ മാത്രമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാറുള്ളത്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ രാഷ്ട്രീയമായിട്ടൊരു ഉണർവൊക്കെ ഉണ്ടായ ഒരു പ്രായത്തിന് ശേഷമുള്ള ആളുകൾ കണ്ട VS അച്യുതാനന്ദൻ ആ കാലത്തെ വളരെ പവർഫുള്ളായിട്ടുള്ള VS അച്യുതാനന്ദനാണ്. അതുകൊണ്ട് ആ VS അച്യുതാനന്ദനെയാണ് മാധ്യമങ്ങൾ ആകപ്പാടെയും ചർച്ച ചെയ്തിരുന്നത് ആ കാലത്തൊക്കെ. സ്വാഭാവികമായിട്ടും മരണാനന്തരവും അതിലേക്കായിരിക്കും ആളുകളുടെ ചർച്ച പോവുക. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക്
നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ വന്നതിന് ശേഷമുള്ള ആർക്കൈവ്സും അക്കാലങ്ങളിലെ ഓർമ്മകളും വെച്ചിട്ടാണല്ലോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുണ്ട് കണ്ടത് എന്താണ് ഹർഷൻ? അതായത് ഞാനിപ്പോൾ നമ്മളെല്ലാവരും തന്നെ അവിടെ ഫുൾ ടൈം ഈ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മുഴുവൻ മറ്റ് ചാനലുകൾ കാണാനൊന്നും നമുക്ക് രണ്ടുപേർക്കും തന്നെ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള വിവരങ്ങളും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മാധ്യമങ്ങളും, അതായത് VS അച്യുതാനന്ദനോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടും വിദ്വേഷത്തോളം എത്തുന്ന എതിർപ്പ് എല്ലായ്പ്പോഴും എടുത്ത് കാണിക്കുന്ന മാധ്യമങ്ങളടക്കം, ദൃശ്യമാധ്യമങ്ങളടക്കം പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയി. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല, ആദ്യഘട്ടത്തിൽ അവർ സ്വാഭാവികമായിട്ടും VS പിണറായി തർക്കകാലത്തെ അദ്ദേഹം പിന്നെ VS അക്കാലത്ത് കത്തുകൾ എഴുതിയത്, പിണറായി വിജയനെതിരെ കത്തുകൾ എഴുതിയത് തുടങ്ങി ആ വിഭാഗീയ കാലത്തെ VS അച്യുതാനന്ദനാണ് VS അച്യുതാനന്ദൻ എന്ന് സ്ഥാപിക്കാനാണ് ആദ്യ മണിക്കൂറുകളിൽ, മരണവാർത്ത വന്നതിന് ശേഷമുള്ള നിരന്തര ലൈവിലെ ആദ്യ മണിക്കൂറുകളിൽ ഞാൻ ഈ ഉദ്ദേശിച്ച മാധ്യമങ്ങൾ ശ്രമിച്ചത്, ദൃശ്യമാധ്യമങ്ങൾ. പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് അവർക്കതിൽ നിന്ന് പിന്നോട്ട് മാറേണ്ടി വന്നു. പിന്നീട് VS അച്യുതാനന്ദൻ്റെ ജീവിതത്തെ, നൂറ്റാണ്ട് നീണ്ട ജീവിതത്തെ സമഗ്രമായിട്ട് കാണാൻ അവർ പോലും നിർബന്ധിതരായി. അവർക്ക് പോലും അത് അങ്ങനെ കാണേണ്ടതായിട്ട് വന്നു. VS പിണറായി തർക്കകാലത്തെ VS അച്യുതാനന്ദൻ മാത്രമല്ല, അതിനു മുമ്പ് 19 കൊല്ലക്കാലം ജീവിച്ച അദ്ദേഹം ആ കാലങ്ങളിൽ നടത്തിയ അതിതീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മഹത് ഗരിമ എത്രത്തോളം വലുപ്പമുള്ളതാണ്, അത് കേരളത്തെ എങ്ങനെ സൃഷ്ടിച്ചു, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റി എന്നതിലേക്ക് പോകേണ്ടി വന്നു എല്ലാവർക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവിനകത്ത് അത് അങ്ങനെ ഗംഭീരമായിട്ട് പോകേണ്ടി വന്നു. ഞാൻ കാണുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ദൃശ്യമാധ്യമങ്ങൾ CPMകാരാൽ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളാൽ അഭിനന്ദിക്കപ്പെടുന്ന ഒരു കാലം ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ്. ചില അവതാരകർ വല്ലാത്ത തോതിൽ, നല്ല തോതിൽ അഭിനന്ദിക്കപ്പെടുകയാണ്. അവർക്ക് അവതാരകനോടും നമ്മളടക്കമുള്ള മാധ്യമങ്ങളോടൊക്കെ വിയോജിപ്പുള്ള ആളുകൾ പോലും പക്ഷേ ആ ആളുകളെ ബഹുമാനത്തോടെ കാണുകയാണ്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അവർ എന്നും എല്ലാ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന വിഭാഗീയ ഒരു ചെറിയ അവർക്ക് വേണ്ട ഒരു ആംഗിളിലേക്ക് VS അച്യുതാനന്ദൻ നിർത്തിയിട്ട് ആവശ്യത്തിന് ആ കാര്യങ്ങളുമായി മാത്രം വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നതെങ്കിൽ, പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. അദ്ദേഹത്തിന് മരണാനന്തരം അതുണ്ടായില്ല. മരണാനന്തരം അദ്ദേഹം അറിയിക്കുന്ന ഏറ്റവും ഗംഭീരമായുള്ള യാത്രയപ്പോൾ ഈ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം അവിടേക്ക് കൂടി നേരിട്ട് വന്ന CPMകാരും ഇടതുപക്ഷക്കാരും അതൊന്നും അല്ലാത്ത ആളുകളും കൊടുത്തതുപോലെ ദൃശ്യമാധ്യമങ്ങളും, പത്രം ഞാൻ അങ്ങനെ വിശദമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, ദൃശ്യമാധ്യമങ്ങൾ എന്തായാലും അങ്ങനെ കൊടുത്തു. അതിനുള്ള അപ്രീസിയേഷൻ നാട്ടുകാർ നൽകിയാണ്. രണ്ടാമത്തെ ഈ കാര്യം, അതായത് മുസ്ലിം വിരുദ്ധത, അത് പറഞ്ഞ ആളുകൾ തന്നെ അതിന് പിന്നോട്ട് പോയി. അവർക്ക് മനസ്സിലായി ഇരുമ്പ് കടിക്കുക എന്ന് കേട്ടില്ലേ, ഇരുമ്പ് കടിച്ച് പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പൊട്ടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ മുസ്ലിം വിരുദ്ധനാക്കാം എന്ന് വിചാരിച്ച ആളുകൾക്ക് തെറ്റി എന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്ന വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നു. കാരണം ഇതോടടിച്ചിട്ട് കാര്യമില്ല, ഈ ഇരുമ്പ് കടിച്ചാൽ ഇരുമ്പ് കടിക്കുകയല്ല, ഞങ്ങളുടെ പല്ല് പൊട്ടി പോവുകയാണ് ചെയ്യുക എന്ന് മനസ്സിലായ ആളിൽ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ VS അച്യുതാനന്ദനെ പോലെ ഇതിനകം തന്നെ എല്ലാവർക്കും കുറെ കൂടെ തെളിമയോടുകൂടി മനസ്സിലായ ഇത്രയും കാലമായിട്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുനടന്ന VS അച്യുതാനന്ദൻ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരാൾ, നിങ്ങൾ മുസ്ലിം ആണല്ലേ, എന്നാൽ നിങ്ങളോട് ഞാൻ വിവേചനപരമായിട്ട് പെരുമാറിയേക്കാം എന്ന് വിചാരിക്കും എന്ന് ആരെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് തെറ്റി. ഇപ്പോൾ അല്പം മുമ്പ് ഞാനത് നോക്കിയപ്പോൾ കണ്ടില്ല. അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് വേണ്ടി ഒരു കത്തെഴുതിയതിൻ്റെ ഒരു കോപ്പി ഞാൻ കണ്ടു. ആ സ്വാതന്ത്ര്യ സമര സേനാനി, ഞാനത് ഈ ഘട്ടത്തിലായതുകൊണ്ട് മാത്രം പറയുന്നത്, ആ സ്വാതന്ത്ര്യ സമര സേനാനി ഒരു മുസ്ലിം പേരുകാരനാണ്. വളരെ 50-52 വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പൗർവ്വ ചന്നെഴുതിയിരിക്കുന്ന ഒരു കത്താണ്. അപ്പോൾ മുസ്ലിം വ്യക്തികളാണെങ്കിലും ഒരു ജനസാമാന്യം എന്ന നിലക്ക് മുസ്ലിങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇവർക്കാർക്കും എതിർക്കാനൊന്നും പറ്റുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, അതായത് പക്ഷേ ഏത് മനുഷ്യർക്കും എന്ന പോലെ വിമർശിക്കാവുന്ന ഇടങ്ങളൊക്കെ VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകും, ഏത് മനുഷ്യനും എന്ന പോലെ, ഏത് നേതാക്കൾക്കും എന്ന പോലെ. പക്ഷെ അത് ഈ മുസ്ലിം വിരുദ്ധതയുടെ കാര്യത്തിലല്ല, അക്കാര്യത്തിലോ അല്ല എന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ 2 സംഭവങ്ങൾ എങ്ങനെയാണെന്നതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും, ആ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. അതായത് ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഞാൻ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ പക്ഷത്താണ്. അവർ രണ്ടുപേരും വലിയ നേതാക്കളാണ്. നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നത് അനുസരിച്ചിട്ട് അവരുടെ വലിപ്പം കൂടുതലായിട്ട് കാണും. ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടും സ്നേഹമുള്ള ആളുകൾ നോക്കുമ്പം VS അച്യുതാനന്ദൻ കുറച്ച് ചെറുതും ഉമ്മൻചാണ്ടി വലുതായിട്ട് കാണുമായിരിക്കും ഒരുപക്ഷെ, തിരിച്ചാകുമ്പോൾ അങ്ങനെയും ആകും. പക്ഷേ അവർ രണ്ടുപേരും മഹാന്മാരായുള്ള ആളുകളാണ്. VS അച്യുതാനന്ദന് ഈ നേരത്തെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ശവകുടീരത്തിനകത്ത് മെഴുകുതിരികൾ കത്തിക്കുന്ന ആൾ, അതിന് ഒരു അച്ഛൻ, ഒരു ക്രിസ്ത്യൻ പിതാവ് എഴുതിയതായിട്ട് ഞാൻ കണ്ടു. അത് ഒന്ന്, അദ്ദേഹം വിശ്വാസിയായിട്ടുള്ള ആളാണ്. അത് ഈ പുതുപ്പള്ളിയിലെ പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്, അവിടെയാണ് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ അവരുടെ ആദരവ് അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ കുറച്ച് മെഴുകുതിരികളെ കത്തിച്ചു എന്ന് വരും. ഒരുപക്ഷെ നാളെ VS അച്യുതാനന്ദൻ ഇരിക്കുന്നിടത്തേക്ക് വന്നിട്ട് ഒരുപക്ഷെ ആളുകൾ ഈ പറയുന്ന തരത്തിൽ ഒന്ന് കൈകൂപ്പിയൊക്കെ നിന്നേക്കാം. ഇതൊന്നും അത് മനുഷ്യരോട്, അതായത് വലിയ മട്ടിൽ ജീവിച്ച മനുഷ്യരോടുള്ള അവരവരുടെ അനുയായികൾക്കും മറ്റും ഉണ്ടാകുന്നൊരു ആരാധക സ്നേഹമാണ്. പിന്നെ ലോകത്തെല്ലായിടത്തും
ഈ വലിയ ഇപ്പം നമ്മളിപ്പം തെയ്യം കഥകളിലെ വീരന്മാരൊക്കെ എന്താണ്, അവർ ജീവിച്ചിരുന്ന മനുഷ്യരാണെന്നാണ് പറയുന്നത്. ജീവിച്ചിരുന്ന മനുഷ്യർ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ മരണാനന്തരം അവർ വലുതായിട്ട് പാട്ടുകളിലൂടെയും മറ്റും സ്തുതിക്കപ്പെടും. അത് ഓരോരുത്തർ ഓരോ രീതിയിൽ അങ്ങ് ചെയ്യും. അതിനെ ആ നിലക്ക് കാണുകയാണ് വേണ്ടത്. അങ്ങനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വിടവാങ്ങിപ്പോയ ആളുകൾക്ക് സ്നേഹവും ആരാധനയൊക്കെ കൊടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഒരു നന്മ എന്ന മട്ടിൽ കാണുകയാണ് നമ്മൾ വേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും. അതായത് ഈ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള പ്രചാരം ഒരു ഘട്ടത്തിൽ, അതായത് അദ്ദേഹം ഈ NDF-നെതിരെ കൃത്യമായി ഈ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പോലീസ് മുഖ്യമന്ത്രിക്ക് ബ്രീഫ് ചെയ്യുന്നു. മുഖ്യമന്ത്രി അത് മാധ്യമങ്ങളോട് പറയുന്നു. അത് എപ്പോഴാണ് ചോദ്യരൂപേണ വരുമ്പോൾ അത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഇത് മാത്രമാണ് അപ്പോൾ സംഭവിച്ചത്. അതാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ ഈ ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ അടക്കം ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഇവർക്കെല്ലാം പറയാൻ അവസരങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ തുടങ്ങിയ ചർച്ചയല്ല, ഒരു 2010 ശേഷം സജീവമായ ചർച്ചയാണ് ഇതെല്ലാം. VS ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇവർ ശ്രമിച്ചിട്ടില്ല. ചില പത്രങ്ങളിലെ ചില തലക്കെട്ടുകളൊക്കെ കാണും. പക്ഷേ അതൊരു സജീവ ചർച്ചയാവുന്നത് എപ്പോഴാണ്? ഈ സോഷ്യൽ മീഡിയ കാലം മാത്രമല്ല, ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പിറവികൊള്ളുന്ന കാലം. അത് എല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഏതാണ്ട് 2010-11 കാലത്ത് VS-നെതിരെ ഇതൊരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ നേതാവ് എന്ന മട്ടിൽ ഇതെല്ലാം വീണ്ടും ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. ഇത് പലരും മറന്നുപോയി. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് മറക്കുമല്ലോ വളരെ പെട്ടെന്ന്. 2006 മുഖ്യമന്ത്രിയായിരുന്നത് VS അച്യുതാനന്ദൻ. ആ കാലത്ത് സംഭവിച്ചത് 2011 വരെ സംഭവിച്ചത് എന്താണ് എന്നത് അതിനുശേഷം അങ്ങ് മറക്കും. പിന്നെ നടക്കുന്ന ചർച്ചകളെല്ലാം ഈ ഒരൊറ്റ പോയിന്റിൽ. പക്ഷേ ഇതിലേറ്റവും അപകടകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റുകൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ പ്രസംഗത്തെ ഈ മുസ്ലിം വിരുദ്ധമാണെന്ന് വേണമെങ്കിൽ തോന്നിക്കാവുന്ന തരത്തിൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അടർത്തി മാറ്റിയിട്ട് അത് മാത്രം ഇങ്ങനെ പ്രചരിപ്പിച്ചു. അതെന്തിനാണ്? മുസ്ലിം വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആരോപണം അത് ശരിയാണ്. കാരണം മാരക പ്രഹരശേഷിയുള്ള വാക്കുകൾ തന്നെയായിരുന്നു അത്. ആ വാക്കുകൾ പക്ഷേ ഈ പ്രചരിപ്പിച്ചവരാണ് കുഴപ്പമാക്കിയത്, അല്ലാതെ VS അച്യുതാനന്ദനല്ല. കാരണം VS അച്യുതാനന്ദൻ പറഞ്ഞത് വിശാലമായ കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഭാഗം എടുത്ത് പ്രചരിപ്പിച്ചത് ഇവരാണ്. ഈ VS-ൻ്റെ പരാമർശങ്ങളെ പിന്നീട് ഇങ്ങനെ പ്രചരിപ്പിച്ച പരാമർശങ്ങളെ പിന്നെ കോട്ട് ചെയ്യുന്നത് ആരാണ്? മറ്റ് ഹിന്ദുത്വ സംഘടനകളാണ്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവർ ഈ പരസ്പര സഹകരണ സംഘമായി ഈ ഇസ്ലാമിസ്റ്റുകളും അപ്പുറത്ത് തീവ്ര ഹിന്ദുത്വവാദികളും ഒരുപോലെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് കേരളത്തിനെതിരെയുള്ള ഈ സിനിമയൊക്കെ അടക്കം ഉണ്ടാകുന്നത്. ഏത് കേരള സ്റ്റോറിയിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തുന്നത്. IS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴും അവരെല്ലാം ആ സിനിമയ്ക്ക് ഒരു കാരണമായി പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആധികാരികമാക്കുന്നത് VS അച്യുതാനന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. VS അച്യുതാനന്ദൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്, VS അച്യുതാനന്ദൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ആണ് എങ്കിൽ അതിൽ NDF അടക്കം ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചതിൽ ഈ ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അത് സംഘപരിവാറിന്, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയാൻ പറ്റില്ല, ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് ചിലർക്ക് അവർക്ക്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ സൃഷ്ടിക്കുന്ന ആളുകൾക്ക്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രൊപ്പഗാൻഡ മെഷീനുകൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു കാര്യം ഞാനത് കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇതിനകത്ത് ഈ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഇതുപോലുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ചെറുപ്പക്കാർ, അവരാണ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ നോക്കൂ, CPM ലീഡേഴ്സ് എല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന തിരക്കിലാണ്. അവരെല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ്, ശരിയോ? ആ ചർച്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ഇവർ പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ് എന്ന് പറയുമ്പോൾ എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന് കരുതി, അല്ല സ്വരാജ് പറഞ്ഞു എന്ന് പറയാം. സ്വരാജാണല്ലോ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വരാജ് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളാണ്, അവർ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നതാണെന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ മറ്റുള്ളവർ പറയാണ് ജമാഅത്തെ ഇസ്ലാമി നിലങ്ങ് മാറ്റിയിട്ട് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നും മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്നുമാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്നീട് ചിത്രീകരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം ഉണ്ടായത്. അങ്ങനെയല്ലേ ചിത്രീകരിച്ചത്? അപ്പോൾ നാളെ ഈ പറയുന്ന CPM നേതാക്കളെല്ലാം പറയാം, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോ അണികളോ സാധാരണഗതിയിൽ ഇത് പറയാറില്ല. അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുക. നമ്മളൊരു രാഷ്ട്രീയ സംഘടനയാണ്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്, രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കെതിരെ ആരോപണം വരുന്നത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ് എന്നാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള ചില സംഘടനകളും അവരുടെ ചില പ്രവർത്തകരും, ജമാഅത്തെ ഇസ്ലാമിക്കാർ എല്ലാവരും എന്നല്ല, അവരിൽ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്നത് പൊതുവിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കാണുന്നത് അവർ
ഈ മുസ്ലിം സംഘടനകൾ എത്രമാത്രം ഉണ്ട്, അതിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനയെ എതിർത്താൽ അവരുമെല്ലാം അതിനകത്ത് ആ സംഘടനയുടെ പേരങ്ങ് കട്ട് ചെയ്ത് മാറ്റും. ഞാൻ പറഞ്ഞ ഈ ലിറ്ററലി കട്ട് ചെയ്ത് മാറ്റില്ല, അതങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് മാറ്റിയിട്ട് കണ്ടില്ലേ ഇവരിങ്ങനെ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയും. എന്നിട്ട് ഈ ആളുകളെ മുഴുവൻ ഈ മുസ്ലിം വിരുദ്ധരാക്കിയിട്ട് അങ്ങ് മാറ്റും. അതാണ് വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ നടന്നത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന കേരളത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചൊന്ന് നിന്ന് തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്ന ആലപ്പുഴയിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ജനിച്ചു വളർന്ന ഈ മനുഷ്യനെ ഇയാൾ മുസ്ലിം വിരുദ്ധനാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞപ്പോൾ മുസ്ലിം വിരുദ്ധനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, ഞാനിപ്പോഴും പറയുന്നത് ശ്രമിച്ചിട്ട് അവർ തീർന്നുപോയി, അവരാണ് തീർന്നുപോയി. അതായത് പല കാര്യങ്ങളും ഏറ്റവും കൗതുകരമായാലും NP ആഷ്ലി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലോ, അത് പറഞ്ഞത് അതായത് നിയമസഭാ രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താണ്, മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കെ കരുണാകരൻ എതിർക്കുന്നത് ഇത് EMS അവിടെ മാപ്പിള ഗറില്ലകളെ കൊണ്ട് മുസ്ലിം കേരളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിം മലപ്പുറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് എന്നാണ് കെ കരുണാകരൻ നിയമസഭയിൽ പറയുന്നതെങ്കിൽ അതിനെ എതിർക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ്, ചെറുക്കുന്നത് നിയമസഭയിൽ വി എസ് അച്യുതാനന്ദനാണ് നിയമസഭാ രേഖകളിൽ. ഇതെന്താ ഈ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയിട്ട് എന്നിട്ട് വി എസ് ഭരണാധികാരിയായിരിക്കുമ്പോൾ പറഞ്ഞ പോലീസിന്റെ ഒരു വേർഷനെ അതിന്റെയും ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പ്രചരിപ്പിച്ചത് ചെറുതല്ലാത്ത അപകടം വരുത്തി. ഈ ടി വിയിൽ ഇരുന്നിട്ട് പിന്നെ ഈ പറഞ്ഞ മുസ്ലിം വിരുദ്ധനാണ് വി എസ് എന്ന് പറയുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടോ ഓരോ വാക്കുകളെയും എടുത്തിട്ട് ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ മുസ്ലിം അടക്കമുള്ള ആളുകൾക്ക്, ഹിന്ദുക്കളടക്കമുള്ള ആളുകൾക്ക്, ഏതൊക്കെയോ വിശ്വാസങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. അതവർ മനസ്സിലാക്കേണ്ടതാണ്. അതായത് വട്ടമിട്ടിരുന്നിട്ട് ഈ പറയുന്ന ഇദ്ദേഹം വലിയ കുഴപ്പക്കാരനാണ്, ഇത് ഇങ്ങനെ പറഞ്ഞത് മുസ്ലിം വിരുദ്ധതയാണ്, ഇത് മുസ്ലിങ്ങൾക്ക് ആകെ എതിരെയുള്ളതാണ്, ഇത് ലീഗിനെതിരെയുള്ളതല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ളത്, NDF-നെതിരെയുള്ളത്, ഇത് മുസ്ലിങ്ങളെ ആകെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വി എസ് അച്യുതാനന്ദൻ പറയുന്നതാണ് എന്ന് പറയുന്ന ഈ മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ്, രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നതിന് മുമ്പല്ല, ജനിക്കുന്നതിന് മുമ്പ്, അവർക്ക് മതബോധവും രാഷ്ട്രീയ ബോധവും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഈ എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. റൈറ്റ്. അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് സനീഷ്, ഇതിനകത്ത് എപ്പോഴും ഇപ്പോൾ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു എന്ന് ഇങ്ങനെ അങ്ങനെ എപ്പോഴും പറയാറില്ല. അതിനെ ഇസ്ലാമിനെതിരെയുള്ള മുസ്ലിമിനെതിരെയുള്ള ആക്രമണമായിട്ടാണ് അവർ വരച്ചു കാട്ടുക. പക്ഷേ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സനീഷ് ശ്രദ്ധിച്ചോ, ഇവരുടെ പ്രചാരണം ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവ് ഇപ്പോൾ ഹമീദ് വാണിയമ്പലത്തിൻ്റെ മകൻ ഇതിൽ, അതായത് ഈ കേസ് കൊടുക്കുന്നതിനെ അറസ്റ്റ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ഇത് അധിക്ഷേപമാണ്, പക്ഷേ അതിനെ വിമർശനമായി ഇവർ അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങേയറ്റത്തെ അധിക്ഷേപമാണ്. അതതിൻ്റെ ഈ CPIM-ൻ്റെ അണികൾക്കൊക്കെ അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കേസ് കൊടുക്കുമായിരിക്കും. പക്ഷേ എന്തായാലും അതിനോടൊന്നും എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം അയാളെ പിടിച്ചകത്തിടുകയൊന്നും അല്ല അതിനുള്ള മാർഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി തന്നെ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ എതിർപ്പ് തന്നെയാണ്. പക്ഷേ അധിക്ഷേപിക്കുന്നത് ആരാണ്? അതായത് ഒരു അധ്യാപകൻ ഇവിടെ അധിക്ഷേപിച്ച് കണ്ടു, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. വേറെ ഇദ്ദേഹം ഈ വെൽഫെയർ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകൻ അധിക്ഷേപിക്കുകയാണ്. കാരണം ഇവർക്ക് എന്താണെന്നറിയോ, ഇത് ചില സമയത്ത് മഴയങ്ങ് പെയ്ത് കഴിയുമ്പോൾ ഈ കളറങ്ങ് ഇളകി പോകുമല്ലോ, മറ്റേ നീലക്കുറുക്കൻ്റെ അവസ്ഥ വന്ന് പെടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വിഷയത്തിൽ നിന്ന്, വെൽഫെയർ പാർട്ടിക്ക് ഈ വിഷയത്തിൽ നിന്നൊന്നും അങ്ങനെ തടിയൂരാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഞാൻ അപ്പോഴും ഒരു കാര്യം പറയാം, വളരെ ചുരുക്കം ആളുകൾ ഇതിൽ ചെന്ന് പെട്ട് വിശ്വസിച്ച് പോയിട്ടുണ്ട്, ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ ഗരിമയെ സ്പർശിക്കാൻ, അതിൻ്റെ 7 അയലത്തെത്താൻ ഈ പറ്റിയിട്ടില്ല എന്നും കൂടെ നമ്മൾ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഇതുകൂടി, അതായത് ഉമ്മൻചാണ്ടിയാണോ വലിയത്, വി എസ് അച്യുതാനന്ദനാണോ വലുത്? ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ട് രാഷ്ട്രീയമാണ്, 2 ധാരയാണ്. അത് മാത്രമല്ല 2 കാലവും 2 പ്രായവുമാണ് ഇവർക്ക്. ഇത് 2 തലമുറയുടെ നേതാക്കന്മാരാണ്. ഉമ്മൻചാണ്ടി കുറച്ച് നേരത്തെ മരിച്ചു പോയെങ്കിലും വി എസ് അച്യുതാനന്ദൻ കുറേ കാലം കഴിഞ്ഞാണ് മരിക്കുന്നതെങ്കിലും 2 തലമുറയുടെ നേതാക്കളാണ്. മുമ്പേ പോയ ഒരു തലമുറയുടെ ആളാണ് വി എസ് അച്യുതാനന്ദൻ. കാര്യം ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ പരസ്പരം രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടുന്നവരാണെങ്കിലും 2 കാലത്ത് നിന്ന് ഇപ്പം അതായത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയില്ല, പക്ഷേ ആ കാലത്ത് വി എസ് അച്യുതാനന്ദനുണ്ട്. ആ കാലത്തെയാണ് വി എസ് അച്യുതാനന്ദൻ ആ ഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അത് വേറൊരു ചരിത്ര പശ്ചാത്തലമാണ്, വേറൊരു സാഹചര്യമാണ്. ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ആദ്യം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിലാണ്. INTUC-യുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം കോട്ടയം ജില്ലയിൽ. INTUC-യുടെ അന്ന് ഇടുക്കിയും കോട്ടയവും ഒരൊറ്റ ജില്ലയാണ്, വലിയ വിശാലമായ ജില്ലയാണ്. അവിടുത്തെ INTUC-യുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചാണ്, ഇപ്പോൾ പല കോൺഗ്രസ്സുകാരും ഒന്ന് മറന്നുപോയിട്ടുണ്ടാകും, പക്ഷേ INTUC-യുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചാണ് ഉമ്മൻചാണ്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും തൊഴിലാളികൾക്കിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു തൊഴിലാളി നേതാവ് തന്നെയാണ്. തീർച്ചയായും ആ ഗരിമ അതിൻ്റെ പ്രവർത്തകർക്ക്, അണികൾക്ക് അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഞാനതെങ്കിലും കാണാറില്ല, അതാണ് അതിൻ്റെ രസം. ബട്ട് ആ നിലയ്ക്ക് ഒരു അസാമാന്യമായ
പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. പക്ഷേ കാലം, 2 പ്രായം, 2 രാഷ്ട്രീയധാര, അതൊക്കെ ഇവരെ താരതമ്യം ചെയ്യുന്നതൊക്കെ അങ്ങേയറ്റം അസംബന്ധം. ആളുകൾ ആദരിക്കും. തീർച്ചയായും GS അച്യുതാനന്ദൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും മതനിരപേക്ഷ സമൂഹത്തിന്റെ നിലനിൽപ്പിനായി അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്തെല്ലാമായിരുന്നു എന്നും മലയാളികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. VS മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള തീവ്ര നിലപാടുകാരുടെ ശ്രമം പരാജയപ്പെടുത്താൻ VS ജീവിച്ച ജീവിതം തന്നെ മതി. ആ സമര ജീവിതത്തിന്റെ സത്യസന്ധത VS ഓർമ്മകളെ സ്ഥാപിത താല്പര്യക്കാരുടെ താറടിക്കൽ ശ്രമങ്ങളിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ചുകൊള്ളും. തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണല്ലോ MN വിജയൻ പണ്ട് എഴുതിയത്. മറ്റുള്ളവരിലേക്ക് സ്വയം പടരാനുള്ള അഗ്നി VS എന്നോ സമൂഹത്തിൽ കൊളുത്തിവെച്ചതാണ്. വലിയ ചുടുകാട്ടിലെ ആ ചിതയിലെ വെളിച്ചമായി വർഗീയ ജീവികൾക്ക് തൊടാനാകാത്ത ഉയരത്തിൽ VS തുടരുക തന്നെ ചെയ്യുമെന്ന് RDX കരുതുന്നു. അടുത്ത വിഷയത്തിലേക്ക്.